സുബ്ഹാനല്ലാഹ്. ഹറാമിനെ നിസ്സാരമായി കാണുന്ന ആളുകളില്ലേ നമ്മുടെ കൂട്ടത്തിൽ? ഹറാമുകൾ എത്ര ചെറിയതാണെങ്കിലും വലിയ ഗൗരവമുള്ള വിഷയമാണ് ഹറാം. എത്ര ചെറിയതാണെങ്കിലും അത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നവൻ, ഹറാമിനെ നിസ്സാരമായി കാണുന്നവൻ ഫാസിഖാണെന്ന് ബഹുമാനപ്പെട്ട ഇമാം ബൈലാവി അവിടുത്തെ തഫ്സീറുൽ ബൈലാവിയുമായി എന്ന ആയത്തിനെ പരാമർശിച്ച് പറഞ്ഞിട്ട് നമ്മൾ മനസ്സിലാക്കണം, എത്ര ചെറിയ ഹറാമാണെങ്കിലും അല്ലാഹുവിന്റെ അരികിൽ കുറ്റമുള്ള കാര്യമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തന്ന ജീവിതം അവന് ചെലവഴിക്കാറുള്ളതാണ്. അവൻ വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അല്ലാഹുവിനെ എല്ലാ സമയത്തും അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഹറാമുകൾ കാണുന്ന ഒരവസ്ഥയാണ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ, നമ്മുടെ താമസ സ്ഥലത്തിൽ നിന്ന് പുറത്തിറങ്ങിയാൽ കാണുന്നത് ഹറാമാണ്. അല്ലാഹു കാത്തു സലാമത്തിലാക്കുമാറാകട്ടെ. ചിലരെ കാണുമ്പോൾ യൂറോപ്യൻ സംസ്കാരമായി നടക്കുന്ന, അടിമപ്പെട്ട് ജീവിക്കുന്ന ചിലർ സുബ്ഹാനല്ലാഹ്. അത്തരത്തിലുള്ള സംസ്കാരം നമുക്ക് വേണ്ട മോനെ. നമുക്ക് ഹബീബിന്റെ സംസ്കാരമാണ്, നമ്മുടെ റോള് റസൂലുള്ളയാണ്. പ്രിയപ്പെട്ട പെങ്ങളെ, തുബ്റാനി അവിടെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാം, ലാ തഖൂമു സ്സാഅ ഹത്താ തൂജദുൽ മർഅതു ഫി നഹാറാ. പകൽ സമയത്ത് പെണ്ണ് വ്യഭിചാരിയായി പ്രവർത്തിക്കുന്നതുവരെ ഖിയാമത്ത് നാൾ സംഭവിക്കൂല. രേഖപ്പെടുത്തിയത് ലാ തഖൂമു സ്സാഅ ഹത്താ തസാഫദ الناس കതസാഫദൽ ബഹായിമ ഫി തരീഖ്. മൃഗങ്ങൾ നടുറോഡിൽ വെച്ച്, തെരുവോരങ്ങളിൽ വെച്ച് ലൈംഗികമായി ബന്ധപ്പെടുന്നതുപോലെ മനുഷ്യൻ അതുപോലെ ചെയ്യുന്നതുവരെ ഖിയാമത്ത് നാൾ സംഭവിക്കൂല. ഇത്രക്കും ഗൗരവമുള്ള വിഷയമല്ലേ മുഅ്മിനീങ്ങളെ? ഖിയാമത്ത് നാളടുത്ത് വന്നുപോയി. നമ്മളെത്ര അധപതിച്ചു പോകുന്നുണ്ട്, എത്ര ദുനിയാവിന്റെ പിറകിലൂടെ സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ള ഒരു ബോധം നമുക്ക് വേണ്ട മുഅ്മിനേ. ലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ മുസ്ലിമീങ്ങളായിട്ടല്ലാതെ മരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഹറാമിന്റെ പിറകിലൂടെ സഞ്ചരിച്ചാൽ, ഹറാമായ കാര്യങ്ങൾ നടന്നുപോയാൽ ആഖിബത്ത് നന്നാകുമോ? എത്ര ചെറിയ ഹറാമാണെങ്കിലും ഹറാമ് തന്നെ. ആലിമീങ്ങളെ കുറ്റം പറയരുത് എന്ന് പറഞ്ഞാൽ അത് ഗൗരവത്തിലെടുക്കൂല. ആലിമീങ്ങളെ ചീത്ത പറയരുതെന്ന് പറഞ്ഞാൽ അത് ഗൗരവത്തിലെടുക്കൂല. ആലിമീങ്ങളെ കുറ്റം പറയുന്ന സദസ്സിൽ ചിലർക്ക് ചില സ്വഭാവമുണ്ട്. എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് ഞാൻ പറയട്ടെ, ആലിമീങ്ങളെ ചീത്ത പറയുന്ന തിപ്പ് മൊബൈൽ ഫോണുകളിലൂടെ വന്നാലും അത് കേൾക്കലും ഹറാമ് തന്നെ, അത് ഷെയർ ചെയ്യലും ഹറാമ് തന്നെ. ആലിമീങ്ങളെ കുറ്റം പറയുന്ന സദസ്സിൽ പങ്കെടുക്കലും ആ സദസ്സിലേക്ക് സഹായങ്ങളും സഹകരണങ്ങളും നൽകലും, അതുപോലെ തന്നെ അതിലേക്ക് കൂട്ടായ്മയായിരിക്കലും ഹറാമ് തന്നെ. വലിയ ഗൗരവമുള്ള വിഷയമാണ് ഹറാം. അതുകൊണ്ട് തഖ്വയോട് കൂടി ജീവിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ചെയ്തു പോയ കുറ്റങ്ങൾക്ക് അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കണം. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ജീവിതത്തിൽ വന്നുപോയ എല്ലാ കുറ്റകരമായ വിഷയത്തിൽ നിന്നും ഞങ്ങൾക്ക് നീ